സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ചു. കള്ളം, ആരോ കെട്ടിച്ചമച്ച പച്ചക്കള്ളം. നിങ്ങൾക്കറിയോ, പാർട്ടിയുടെ ജീവനാടിയായിരുന്നു മാധവൻ. എന്തെങ്കിലും കാരണം പറഞ്ഞ് പാർട്ടിക്ക് മാധവന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ 5 മിനിറ്റ്, അതിനപ്പുറം വേണ്ടി വരില്ല. ഞങ്ങളുടെ പാർട്ടി ഡിസിപ്ലിൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഒരടിസ്ഥാനമില്ലാതെ ഇന്റലിജൻസിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. അത് ഇന്റലിജൻസുകാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് മിസ്റ്റർ. ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കളയെ മാത്രം വിട്ടികളല്ല ഞങ്ങൾ. അന്ന് നടന്നത് ടെററിസ്റ്റ് ആക്ട് ആണ്. ടെററിസ്റ്റ് ആക്ട്. അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ രാജ്യത്ത് ഏത് ക്രൂരകൃത്യങ്ങൾ നടന്നാലും അതിന്റെയൊക്കെ ഭാരം രാഷ്ട്രീയക്കാരുടെ ചുമലിൽ വെക്കാനുള്ള നിങ്ങളുടെ ഈ പ്രവണതയുണ്ടല്ലോ, അത് നീചമാണ്, ക്രൂരമാണ്, തോതം. സ്ഫോടനത്തെക്കുറിച്ചോ അതിൽ നിങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചോ നിങ്ങളോട് ആരും ഇവിടെ ചോദിച്ചില്ല. ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. നേതാവ് എന്തിനാ എഴുതാപ്പുറം വായിച്ചത്? ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടോ അതോ കുറ്റബോധം? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതൊരു ടെററിസ്റ്റ് ആക്ട് ആണെന്ന്? പറയണേ മിസ്റ്റർ. ഇവരാള് വേറെയാ, ഞങ്ങളെ പോലെയല്ല. ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം കിട്ടാതെ വിടില്ല. കിടന്ന് ചെലമ്പേണ്ട പൊതുവാളെ. ഇത് കഴിഞ്ഞ് ഇവരൊക്കെ ഡൽഹിക്ക് പോകും. പഴയ യൂണിഫോം ഇട്ട് ഇവിടെ നടക്കേണ്ടവനാ. അറിയാലോ ഞങ്ങൾ ശരിക്കും. കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്നൊരു കാലമുണ്ടായിരുന്നു. ഇനി അത് ചെലവായില്ല. ഇവരുടെ കൂടെ കൂടിയെ പറ്റിയല്ലേ പോലീസിന്റെ വില ഞാൻ അറിയുന്നത്. ഇനി ആ പരിപ്പ് വേവില്ല നേതാവേ. വരട്ടെ, ചുരുണ്ടൂടി കിടക്കുന്ന ഉശിരൊക്കെ പുറത്ത് വരട്ടെ. സബാഷ്.